ഉമ്മൻചാണ്ടി ഗവൺമെൻറ് എന്തോ അഭ്യാസം കാണിച്ച് 1500 വരെ എത്തിച്ചു കളഞ്ഞു, ഓർഡർ ഇറക്കി എന്നാണ് പറഞ്ഞത്. ഇവരുടെ 2016 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എപ്പോൾ 2016 മെയ്യിൽ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ 1000 ഉറുപ്പിയാക്കുന്ന. അതിന് അതിൻ്റെ അകത്ത് വെക്കുന്ന 1500 1000 ഒക്കെ ഇവർ അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിന് 1000 രൂപ പ്രകടന പത്രികക്കകത്ത് എഴുതി വെച്ചത്. ഇത് കാണിക്കുന്നത് എന്താ പറയുക, ഇത് തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത്തെ അദ്ദേഹം പറഞ്ഞ നിരവധി നുണകൾ ഒറ്റ കാര്യം കൊണ്ട് പൊട്ടിപ്പോവാണ്. നിങ്ങൾ പ്രകടന പത്രികയിൽ അങ്ങനെ 1000 രൂപ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളിവിടെ പറഞ്ഞാൽ മതി. 1000 രൂപയാക്കും പെൻഷൻ 2016 മുതൽ എന്ന് ഉമ്മൻചാണ്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ അതിനെ പറയുന്നത് 1500 ഓർഡർ ഇറക്കിയാൽ എന്തിനാ 1000 പറയുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലമായി നിസ്വരായിട്ടുള്ളവർ, പാവപ്പെട്ടവർ, ദുർബലർ, ഇവരുടെ ജീവിതത്തിലേക്കാണ് ഈ കാശ് കൊണ്ട് ഗുണം കിട്ടുക. അവരെ കൈപിടിച്ചുയർത്തുന്ന നയം UDF-നില്ല. അതുകൊണ്ട് അവർ കുടിശ്ശികയുടെ മുകളിൽ കുടിശ്ശികയാക്കി വെച്ചു. ആ കുടിശ്ശികയുടെ അളവ് പറയുമ്പം പുതിയ ന്യായം പറഞ്ഞ് മുമ്പോട്ട് വരിക എന്നല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് 45 രൂപ പെൻഷൻ 1980 വന്നു. ആരെ വർദ്ധിപ്പിച്ചതെന്ന് ഈ നാട്ടിൽ രേഖയുണ്ട്. നിങ്ങളുടെ ഗവൺമെൻറ്റുകൾക്ക് എന്തെങ്കിലും നിലയിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ? 600 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1000-ഉം 1600-ലേക്കും എത്തിച്ച് ഇപ്പോൾ 2000-ലേക്ക് എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ആര് നുണ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ മനസ്സിലുണ്ട്. അത് പിണറായി വിജയൻ സർക്കാരും ഇടതുപക്ഷക്കാരുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF കാണുന്നത് ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അതെ, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 62 ലക്ഷം ആളുകൾക്ക് 2.5 കോടി ജനങ്ങളെ വോട്ട് ചെയ്യുന്നത്, പുതിയ വോട്ടർമാരുടെ എണ്ണം വരുന്നത്. അതിൽ 1 കോടിനടുത്ത് ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു. ഇപ്പോൾ പുതുതായി 2000-ആയി വർദ്ധിപ്പിച്ചപ്പം വീട്ടമ്മമാരുടെ പെൻഷൻ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർ, മഞ്ഞ പിങ്ക് കാർഡുള്ളവർ 31 ലക്ഷം ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ 1 കോടിയോളം ആളുകൾ കേരളത്തിലെ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ക്ഷേമ ഐശ്വര്യങ്ങൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് മാറുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് നുണകൾ കൊണ്ട് മറച്ചു പിടിക്കാനാകില്ല എന്നുള്ളതാണ് സത്യം.